Our next topic is cement. Cement is the most widely used material in the construction field. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് സിമെൻറ്റ്. പ്ലാസ്റ്ററിങ് വർക്കിനായാലും കോൺക്രീറ്റിംഗ് ചെയ്യാനായാലും നമുക്ക് നെസസറി ഇൻഗ്രീഡിയൻ്റ് ആണ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സിമെൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ സിമെൻറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. അപ്പോൾ സിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് കാൽക്കാരിയസ്, അർജില്ലേഷ്യസ് ആൻഡ് സിലീഷ്യസ് മെറ്റീരിയൽസ്. അതായത് കാൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റും, സിലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയും, അർജില്ലേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയും, അതിൻ്റെ കൂടെ മറ്റുള്ള സബ്സ്റ്റൻസും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഇൻ മോട്ടാർ ആൻഡ് കോൺക്രീറ്റ്. അതായത് കോൺക്രീറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും മോട്ടാർ എന്ന് പറയുന്നത് സാൻഡിൻ്റെയും സിമെൻറ്റിൻ്റെയും മിക്സാണ്. ഇതുണ്ടാക്കുമ്പോഴും മോട്ടാറിൻ്റെയും കോൺക്രീറ്റിലെയും ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് സിമെൻറ്റ് ആക്ട് ചെയ്യണത്. ഓക്കെ, ഇനി സിമെൻറ്റിലുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഫങ്ഷൻസും നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കാൽക്കാരിയസ്, കാൽഷ്യം കാർബണേറ്റ്, അതാണ് ഈ ലൈം എന്ന് പറയുന്നത്, CaO. 62% ഈ ലൈം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 62% ലൈം ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ്. അതായത് ബൈൻഡിങ് ഏജൻറ്റ്. നമുക്ക് സിമെൻറ്റ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ പോലെ സിമെൻറ്റിൽ ലൈം ഒരു ബൈൻഡിങ് ഏജൻ്റാണ്. ഓക്കെ, അതുപോലെ സ്ട്രെങ്ത്ത്, അതായത് സിമെൻറ്റിന് സ്ട്രെങ്ത്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ് ലൈം എന്ന് പറയുന്നത്. എക്സസ് മേക്ക് സിമെൻറ്റ് അൺസൗണ്ട്. അതായത് 62% നമുക്ക് എന്ത് ചെയ്യുക, ലൈം ആഡ് ചെയ്യുക. ഈ 62% കൂടിക്കഴിഞ്ഞാൽ സിമെൻറ്റ് അൺസൗണ്ട് ആവും. അൺസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ, വിഘടനം സംഭവിക്കും. അതായത് സിമെൻറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും, ക്രാക്ക് വീഴും, പെട്ടെന്ന് പൊട്ടും. ഓക്കെ, അതാണ് അൺസൗണ്ട് പറയുന്നത്. ഡെഫിഷ്യൻസി മേക്കിംഗ് ക്വിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. അതായത് ലൈമിൻ്റെ ഡെഫിഷ്യൻസി, അതായത് ഇപ്പോൾ 62% ലൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ പറ്റ കുറവാണ്, അല്ലെങ്കിൽ എമൗണ്ട് തീരെ കുറവാണ് ലൈമിൻ്റെ കണ്ടൻറ്റ് എങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവിനെയാണ്. അങ്ങനെയാണെങ്കിൽ ക്വിക്ക് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി പോകും. സെറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സിമെൻറ്റ് എന്താവും, സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റായി തുടങ്ങിയിട്ടുണ്ടാവും, സെറ്റാവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലൈമിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഇൻക്രീസിങ് ദി സ്ലോ സെറ്റിംഗ്, അതായത് സാവധാനം സെറ്റായി വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലോ സെറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഒരു ബൈൻഡിങ് ഏജൻറ്റ് കൂടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിലിക്ക, SiO2. 22% ആണ് നമ്മൾ എന്ത് ചെയ്യണത്, സിലിക്കയുടെ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് മെയിൻലി പ്രൊവൈഡ് സ്ട്രെങ്ത്ത്. സിലിക്ക എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് സിമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ C2Sഉം C3Sഉം സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാം. ഇനി സിലിക്കയുടെ കണ്ടൻറ്റ് എക്സസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് സെറ്റിംഗ് ടൈം, സ്ട്രെങ്ത്ത് കൂടും, പക്ഷേ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നതും അതുപോലെ നീണ്ടു പോവുക. പ്രൊലോങ് പറഞ്ഞാൽ അതുപോലെ കൂടിപ്പോവും. ഒരുപാട് ടൈം എടുത്തിട്ടാണ് സെറ്റ് ആവുക. അപ്പോൾ നമ്മൾ ഒരു വർക്കിൻ്റെ പർപ്പസ് ഒന്നും നടക്കില്ല, കുറേ ടൈം എടുത്തിട്ട് സെറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എമൗണ്ടിൽ വേണം സിലിക്കയുടെ കണ്ടൻറ്റും ആഡ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് അലുമിന, Al2O3. 5% അലുമിനയാണ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഇമ്പാർട്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി. അതായത് പെട്ടെന്ന് സെറ്റാവുന്ന പ്രോപ്പർട്ടി. സിമെൻറ്റ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങും. അതായത് 5% അലുമിന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാണ്. അതിൽ കൂടുതൽ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താവും, ഇത് പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ഫ്ലെക്സ് ടു റെഡ്യൂസ് ക്ലിങ്കറിങ് ടെമ്പറേച്ചർ 2000 to 1500, അതായത് 1500. അതായത് നമ്മൾ ക്ലിങ്കറിങ് എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് റോട്ടറി കിന്നിലാണ്, അതായത് ഒരു ചൂളയിലാണ്. അപ്പോൾ ആ ചൂളയിൽ നിന്ന് ഫോം ചെയ്യുന്ന സിമെൻറ്റിൻ്റെ ബോൾസിനെയാണ് നമ്മൾ ക്ലിങ്കർ എന്ന് പറയാം. ഈ ക്ലിങ്കറിൻ്റെ ടൈം റെഡ്യൂസ് ചെയ്യാൻ, അതായത് നമ്മൾ 5% അലുമിന ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ 2000 നിന്നും 1500 വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഫ്ലെക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് മോർ ഹീറ്റ് അറ്റ് ടൈം ഓഫ് ഹൈഡ്രേഷൻ. അതായത് ഹൈഡ്രേഷൻ ടൈമിൽ, അതായത് സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രേഷൻസ് ഓഫ് സിമെൻറ്റ് പറയുന്നത്. ആ ടൈമിൽ തന്നെ ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കാൽഷ്യം സൾഫേറ്റ്, അതായത് ജിപ്സം, CaSO4. ഇറ്റ് ഇൻക്രീസ് ദി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം.
ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് പറയാം. നമ്മൾ സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് സിമെൻറ്റ് സെറ്റാവാൻ തുടങ്ങുന്ന വരെയുള്ള ടൈമിനെയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയാം. അതായത് ഒരു സിമെൻറ്റ് സെറ്റാവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. ഓക്കെ, അത് പറയുന്നത് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റിൽ കുറയാൻ പാടില്ല എന്നാണ് നല്ല ഗുഡ് ക്വാളിറ്റി സിമെൻറ്റിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ സെറ്റ് പെട്ടെന്ന് എന്താവും, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും നമുക്ക്. എന്ത്, CaSO4 ജിപ്സം ആഡ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ റോട്ടറിക്കിൻ അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ ഗ്രൈൻഡിങ്. ഇത് ഫൈനൽ ലാസ്റ്റ് പൊടിക്കുന്ന റോട്ടറിക്കിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് പറയാം. മാനുഫാക്ചറിങ് പറയുമ്പോൾ ഈ സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഫൈനലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ജിപ്സം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അയൺ ഓക്സൈഡ് Fe2O3 3% ആണ് ആഡ് ചെയ്യുന്നത്. ഈ ടിംബേർഡ്സ് കളർ സിമെൻറ്റിന് കളർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഹാർഡ്നെസ് കൊടുക്കാനും സ്ട്രെങ്ത് കൊടുക്കാനും കൂടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് മഗ്നീഷ്യയാണ് MgO 2% ആണ് ആഡ് ചെയ്യുന്നത്. യെല്ലോയിഷ് ടിൻ്റ്, അതായത് ഞാൻ യെല്ലോയിഷ് ടിൻ്റ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ, ഒരു യെല്ലോ ഷെയ്ഡ് പോലെ നമ്മൾ സിമെൻറ്റിന് ഉണ്ടാക്കാൻ, അതായത് കളർ ഇമ്പാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് മഗ്നീഷ്യ. എക്സസ് മേക്ക് അൺസൗണ്ട്, അതായത് എക്സസ് എന്ന് പറയുന്നത് വിഘടനം, അതായത് എക്സ്പാൻഷനും ഡിസിൻറ്റഗ്രേഷനും സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ് സൾഫർ S ആണ്, 1% ആണ് ആഡ് ചെയ്യുന്നത്. എക്സസ് മേക്ക് സിമെൻറ്റ് അൺസൗണ്ട്, അതായത് എക്സ്പാൻഷൻ സംഭവിക്കും എക്സസ് ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് 1% ആണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ആൽക്കലീസ് എക്സസ് കോസ് എഫ്ലോറസെൻസ്, അതായത് എക്സസ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എഫ്ലോറസെൻസ് കോസ് ചെയ്യുക. അതായത് സിമെൻറ്റിൻ്റെ പുറത്തൊരു വൈറ്റ് കളർ പൗഡർ ഉണ്ടാവും. എഫ്ലോറസെൻസ് പറയുന്നത് അതാണ്, വൈറ്റ് കളർ സാൾട്ട് പൗഡർ. ഓക്കെ, ആൽക്കലീസ് നമ്മൾ 1% ആണ് ആഡ് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ഈ 8 ഇൻഗ്രീഡിയൻസ് പഠിച്ചു. ഈ 8 ഇൻഗ്രീഡിയൻസിൻ്റെയും ഓരോ പെർസെൻറ്റേജും ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഉണ്ട്. റേഞ്ച് ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ തരാം. ഇപ്പോൾ 62% എന്നുള്ളതിൽ 62 മുതൽ 65 വരെയാണ് റേഞ്ച്. അതിൽ 62% ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ റേഞ്ചസ് ഉണ്ട് ഓരോന്നിന്. അപ്പോൾ ഞാൻ നോട്ട് എഴുതി തരുന്നതിൽ നിർബന്ധമായിട്ടും ഈ വാല്യൂസും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ബോഗ്യൂസ് കോമ്പൗണ്ടാണ്. ബോഗ്യൂസ് കോമ്പൗണ്ട് നേരത്തെ ഞാൻ C2S C3S എന്ന് സിലിക്ക എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു. ഈ ബോഗ്യൂസ് കോമ്പൗണ്ട് പറയുന്നത് നമ്മളെ റോട്ടറി കിന്നിൽ വെച്ച്, അതായത് സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കാൽഷ്യം കാർബണേറ്റ്, ക്ലേ, അതുപോലെ സിലിക്ക, അലുമിന, ഈ കോമ്പൗണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മാനുഫാക്ചറിങ് ചെയ്യുക. ആ സമയത്ത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ബോഗ്യൂസ് കോമ്പൗണ്ട്സ്. അതിൽ ഫസ്റ്റ് കോമ്പൗണ്ടാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ബെലൈറ്റ് എന്ന് പറയും. C2S ആണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. അടുത്തത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, എലൈറ്റ്, C3S എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മൂന്നാമത് ട്രൈകാൽഷ്യം അലുമിനേറ്റ്, സെലൈറ്റ് എന്നാണ് എക്സ്പ്രസ് ചെയ്യുക, C3A. ഫോർത്ത് വൺ ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്, ഫെലൈറ്റ് എന്ന് പറയും, C4AF. ഓക്കെ, കോംപ്ലക്സ് കോമ്പൗണ്ടിൻ്റെ ഇതാണ് ഇവിടെ ഈ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. മറ്റ് C2S C3A C4AF ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓരോന്നിനും ഫങ്ഷൻസ് ഉണ്ട്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ടു അച്ചീവ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. C3S അതായത് ട്രൈകാൽഷ്യം സിലിക്കേറ്റ് പറയുന്നത് ഹെൽപ്പ് ടു അച്ചീവ് ഇനീഷ്യൽ സ്ട്രെങ്ത് ആണ്. C3A ട്രൈകാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ C4AF സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് മാനുഫാക്ചറിങ് ഓഫ് സിമെൻ്റ് ആണ്. സിമെൻ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്, ഗ്രേഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സിമെൻറ്റിനെ 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ് എന്നാണ് പറയുക. 33 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 33 Nm² ആണ്. 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 43 ആണ്, 43 Nm² ആണ്. 53 പറഞ്ഞാൽ 53 Nm² ആണ്. അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഈ 33, 43, 53 എന്ന് പറയുന്നത്. അതിൽ ഓരോന്നും ഓരോ യൂസസ് ഉണ്ട്. 33 യൂസ് ചെയ്യുന്നത് 33 ഗ്രേഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ജനറൽ കൺസ്ട്രക്ഷൻ വർക്കിലാണ് 33 ഗ്രേഡ് യൂസ് ചെയ്യുക. 43 ഗ്രേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജസിൽ, അതുപോലെ ലിൻഡൽ കെട്ടാൻ, ലിൻഡൽ വാർക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ യൂസ് ചെയ്യുന്ന സിമെൻറ്റ്സ്, അതുപോലെ ആർച്ച് കെട്ടാൻ, ഹൈ റൈസ് ബിൽഡിംഗ്, വലിയ ബിൽഡിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 43 യൂസ് ചെയ്യുക. 53 ആൾസോ ബ്രിഡ്ജസ് ആൻഡ് ഫ്ലൈ ഓവേഴ്സ്, ബ്രിഡ്ജസ് ഹയർ സ്ട്രക്ചേഴ്സിൽ വേണ്ടിയിട്ട്, അതായത് സ്ട്രെങ്ത് കൂടുതൽ നമ്മൾ ഹയർ സ്ട്രക്ചേഴ്സിലാണ് യൂസ് ചെയ്യുക.
ഇനി നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിങ് ഓഫ് സിമെൻ്റ് ആണ്. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്വാറിയിങ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് എന്ന് പറയുന്നത് ക്വാറിയിങ് ആണ്, സെക്കൻഡ് വൺ പൾവറൈസിങ്, തേർഡ് വൺ മിക്സിങ്, ഫോർത്ത് വൺ റോട്ടറി കിനാൽ. മിക്സിങ്ങിൽ നമുക്ക് ഇവിടെ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്, ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും. ആ ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ഗ്രൈൻഡിങ് ഉണ്ട്. ഗ്രൈൻഡിങ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ബാൾ മില്ലും ട്യൂബ് മില്ലും. ദെൻ സ്റ്റോറേജും ഡെസ്പാച്ചും. അപ്പോൾ അതിൽ ഫസ്റ്റ് മാനുഫാക്ചറിങ് ക്വാറിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് എന്തിൻ്റെ പ്രൊഡക്ട്സ് ആയിരുന്നു? കാൽക്കാരിയസിൻ്റെയും അർജിലേഷ്യസിൻ്റെയും പ്രൊഡക്റ്റ്, അതായത് ലൈമിൻ്റെയും ക്ലേൻ്റെയും ലൈം സ്റ്റോണിൻ്റെയും ക്ലേൻ്റെയും പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ക്വാറിയിങ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേനെയും അതുപോലെ തന്നെ ലൈം സ്റ്റോണിനെയൊക്കെ കംപ്ലീറ്റ് പൊട്ടിച്ചെടുക്കുക. ലൈം സ്റ്റോൺ പൊട്ടിച്ചെടുക്കണമല്ലോ, അപ്പോൾ അങ്ങനെ കല്ല് പൊട്ടിച്ചെടുക്കുക. അതുപോലെ ക്ലേ നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ക്ലേയും പ്രിപ്പയർ ചെയ്യുക. അതാണ് ക്വാറിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വാറിയിങ് ഇങ്ങനെ ക്വാറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഇപ്പം കല്ലാണെങ്കിൽ ലൈം സ്റ്റോൺ ആണെങ്കിൽ ലൈം സ്റ്റോണിനെ, അതുപോലെ തന്നെ ക്ലേനെ എന്ത് ചെയ്യുക, പൾവറൈസ് ചെയ്യുക, പൊടിച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ രണ്ട് പ്രോസസ്സ് ഉണ്ട്, ഡ്രൈ പ്രോസസ്സും ഉണ്ട്, വെറ്റ് പ്രോസസ്സും ഉണ്ട്. അതായത് രണ്ടിനെ ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഡ്രൈയും വെറ്റും. ഡ്രൈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കുക, രണ്ടും ഈക്വൽ എമൗണ്ട് ആക്കി എടുക്കുക, കാൽക്കാരിയസും അർജിലേഷ്യസും. അതായത് ക്ലേയും ഫസ്റ്റ് ഞാൻ ഡ്രൈ പ്രോസസ്സാണ് പറയുന്നത്. ഡ്രൈ പ്രോസസ്സ് നോക്കുക, അതിൽ കാൽക്കാരിയസും ഉണ്ട്, അർജിലേഷ്യസും, അതായത് ക്ലേയും ഉണ്ട് ലൈമും ഉണ്ട്. രണ്ടും ഈക്വൽ ആയിട്ട് ആദ്യം ക്രഷ് ചെയ്തു, പൊടിച്ചു. അതിനുശേഷം വീണ്ടും ഗ്രൈൻഡ് ചെയ്തു, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, പൊടിച്ച് വീണ്ടും പൊടിച്ചെടുക്കുക. അതായത് തൈയൊന്നുമില്ലാതെ പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ടും ഈക്വലായിട്ട് ഈക്വൽ റേഷ്യോയിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് എന്ത് ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വെറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെറ്റ് പ്രോസസ്സിൽ ഇതേപോലെ തന്നെ ഡ്രൈ പ്രോസസ്സിന് നേരെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലേനെ വാഷ് ചെയ്യുകയാണ് ചെയ്യുക. നേരത്തെ ക്ലേനെയും ലൈമിനെ ഒരേപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ വെറ്റ് പ്രോസസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേനെ എന്ത് ചെയ്യും, വാഷ് ചെയ്യും, അതുപോലെ തന്നെ ലൈമിനെ പൊടിച്ചെടുക്കും ചെയ്യും. ഈ വാഷ് ചെയ്തതിനെ ബേസിനിലും ക്രഷ് ചെയ്തതിനെ സിലോണിലും ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലറിയെ ഫോം ചെയ്യുക. ആ സ്ലറി വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് റോട്ടറി കിൻ, ചൂളയിൽ വെച്ചിട്ടാണ്. റോട്ടറി കിൻ എന്ന് പറഞ്ഞ ചൂളുണ്ട്, ആ റോട്ടറിയിൽ വെച്ചിട്ടാണ് നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുക. ഈ മിക്സ് ചെയ്തത് നേരെ റോട്ടറി കിന്നിലേക്ക് ഇടും. ഈ റോട്ടറി കിന്നിൻ്റെ പ്രോസസ്സ് ഞാൻ ഡയറക്റ്റ് അടുത്ത ടോപ്പിക്കായിട്ട് പറയാം. അവിടെ നമ്മൾ ചൂടൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, സിമെൻറ്റ് നമുക്ക് ഫോം ചെയ്യണത്. ഇതാണ് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് റോട്ടറി കിൻ എന്ന് പറയുന്നത്. ഇതിൽ ഫ്രം സ്റ്റോറേജ് ടാങ്ക് എന്ന് എഴുതിയതാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കോൾ ഡസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് കൊടുക്കാൻ വേണ്ടി, തീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ചൂടാക്കാനുള്ള അതാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് പറയുന്നത്. ദെൻ ഫസ്റ്റ് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന്, അതായത് നമ്മൾ ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, സ്റ്റോറേജ് ടാങ്കിൽ നിന്നെടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഇൻലെറ്റിലൂടെ ഈ റോട്ടറി കിന്നിലേക്ക് എൻ്റർ ചെയ്യുക. അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്ത പൗഡറോ അല്ലെങ്കിൽ സ്ലറിയോ എന്ത് ചെയ്യും, ഡ്രൈ പ്രോസസ്സോ വെറ്റ് പ്രോസസ്സോ കഴിഞ്ഞ പ്രൊഡക്റ്റ് ഇതിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ വെറ്റ് പ്രോസസ്സിൽ നിന്നുള്ള സ്ലറി ആണെന്നുണ്ടെങ്കിൽ ആ സ്ലറിയിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ കണ്ടൻറ്റും ഈ ഡ്രൈ സോണിൽ, അവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഡ്രൈ സോണാണ് അല്ലേ, ആ ഡ്രൈ സോണിൽ വെച്ചിട്ട് എന്താവും, അത് റിമൂവ് ആയി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരറ്റത്ത് നിന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ചൂട് കൊടുക്കുന്നുണ്ട്, കരി കത്തിച്ചിട്ടാണ് നമ്മൾ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചൂട് ഈ സിമെൻറ്റ് ഇൻലെറ്റിലൂടെ ഇത് ഇങ്ങനെ ചരിഞ്ഞിട്ടല്ല നിൽക്കുന്നത്, സ്ലോപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകും. അതാണ് ആ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആരോയിൽ ഈ സിമെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം ഡ്രൈ സോണാണ്. ആ ഡ്രൈ സോണിൽ കാർബൺ ഡൈ ഓക്സൈഡും റിമൂവ് ആവും, വാട്ടർ മോയ്സ്ചർ കണ്ടൻറ്റും കുറച്ച് റിമൂവ് ആയി പോകും. ദെൻ നെക്സ്റ്റ് അതെന്താവും, നമ്മളിട്ട ആ പൗഡർ അല്ലെങ്കിൽ ആ സ്ലറി ഒന്ന് കട്ടയായി മാറാൻ തുടങ്ങും. അങ്ങനെ ആ കട്ടയായിട്ട് മാറുന്നത് തന്നെയാണ് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, ആരോ മാർക്ക് ഇട്ടിട്ട് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. നോഡ്യൂൾസ് പറയുന്നത് ഇത് കട്ടയായിട്ട് ഫോം ചെയ്യുന്നതിനാണ്. നമ്മൾ ഈ ഒരു റോട്ടറി കിൻ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മാണ്, ഒരു ഡ്രമ്മ് പോലെയാണ്. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് ഡ്രം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 1 to 3 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 മുതൽ 3 മീറ്റർ വരെയാണ് ഡയമീറ്റർ. ലെങ്ത്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 90 മുതൽ 120 മീറ്റർ വരെയാണ്.
ഇതാണ് റോട്ടറിക്കിൻ്റെ ശരിക്കുള്ള ഫിഗർ. ഇതൊരു റൊട്ടേറ്റിംഗ് ഡ്രം ആണെങ്കിൽ കാണാം, അതിന് താഴെ അത് കോൺക്രീറ്റ് പില്ലേഴ്സ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഇത് റെവല്യൂഷൻ ചെയ്യുന്നത്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സിമെൻറ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലേ. ഇനി നമ്മളെ സിമെൻറ്റ് അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും ഇത് കുറച്ചിങ്ങനെ മൂവ് ചെയ്ത് വരില്ലേ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിട്ട എൻട്രി പോയിന്റിൽ തന്നെ നിൽക്കില്ലല്ലോ, ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബേണിംഗ് സോണിലെത്തും. ബേണിംഗ് സോണിലെത്തുന്ന ടൈമിൽ നമുക്ക് നല്ല ചൂട് കൂടുതലായിരിക്കും. കാരണം ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ ചൂടിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ആ ചൂട് കൂടിയിട്ട് എന്താവും, നമ്മൾ ഈ കട്ടയായിരുന്ന നോഡ്യൂൾസ് ഒരു ബോൾ ഫോമിലായി മാറാൻ തുടങ്ങും. ബോൾ ഷേപ്പ്ഡായിട്ട് ഒരു ഗ്രീൻ കളർ ബോൾ ഷേപ്പായിട്ട് മാറാൻ തുടങ്ങും. ആ ഗ്രീൻ ഷേപ്പുള്ള ബോൾസിനെയാണ് നമ്മൾ ക്ലിങ്കേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ക്ലിങ്കേഴ്സ് ഫോം ചെയ്യും. ഇതിനെ എന്ത് ചെയ്യുക, താഴെ ഇനി നേരെ താഴെ അത് കൂളർ എന്ന് പറഞ്ഞതിലേക്കാണ് പോകുന്നത്. അതായത് നല്ല ചൂടല്ലേ, ചൂട് കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു കൂളർ എന്ന് പറയുന്നത്. അതങ്ങനെ കൂൾ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും, ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാനിലേക്ക് നമ്മൾ എടുക്കും. അതിനെയാണ്, ആ ക്ലിങ്കേഴ്സിനെയാണ് നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണത്, പൊടിക്കുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത്. നമ്മളിവിടെ സിമെൻറ്റ് ബേൺ ചെയ്യുന്ന, അതായത് കോള് കൊടുത്തിട്ട് ചൂടാക്കില്ലേ, ആ ചൂടാക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ ചൂടാക്കുന്നത്. ആ ചൂടിലാണ് നമുക്ക് സിമെൻറ്റ് ഫോം ചെയ്ത് വരുന്നത്, അതായത് ക്ലിങ്കേഴ്സ് ഫോം ആകുന്നത്. അതിനെ വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യും, അവിടെ കട്ടയായിട്ടാണ് നമുക്ക് കിട്ടുക. കട്ടയെ ഒന്നും കൂടെ പൊടിച്ചെടുക്കണം, അതിനാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് നമ്മൾ ബാൾ മില്ലും ട്യൂബ് മില്ലും വെച്ച് ചെയ്യും. ഇതാണ് ബാൾ മില്ലിൻ്റെയും അതുപോലെ തന്നെ ട്യൂബ് മില്ലിൻ്റെയും ഫിഗർ. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിക്കുക. ക്ലിങ്കേഴ്സിൻ്റെ കൂടെ ജിപ്സം കൂടെ ആഡ് ചെയ്യും. ഈ ബാൾ മില്ല് എന്ന് പറയണത് അതുപോലെ തന്നെ ട്യൂബ് മില്ല് പറയണത് രണ്ടും ഓരോ സിലിണ്ടേഴ്സാണ്. അതിനുള്ളിൽ സ്റ്റീൽ ബോൾസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റീൽ ബോൾസിൻ്റെ കൂടെ നമ്മളിടുന്ന ക്ലിങ്കർ, സിമെൻറ്റിൻ്റെ ആ കട്ട ആ ബോളും ജിപ്സവും എല്ലാം കൂടെ, ഈ സ്റ്റീൽ ബോളും എല്ലാം കൂടെ ഈ ഒരു ഡ്രം, അതായത് നമ്മുടെ സിലിണ്ടർ ബോൾ മില്ല്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റീൽ ബോൾസിൻ്റെ കൂടെ ഇത് കൂടി ചേർന്ന് ഈ ബോൾസൊക്കെ എന്ത് ചെയ്യും, പൊടിയാൻ തുടങ്ങും. അതങ്ങനെ പൊടിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സീവിലൂടെ സീവ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബോൾ മില്ല് ആൻഡ് ട്യൂബ് മില്ല് പറയുന്നത്. അങ്ങനെ ഈ ബോൾ മില്ലിലും ട്യൂബ് മില്ലിലും കൂടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഗ്രൈൻഡിങ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നേർത്തതായിട്ട് സിമെൻറ്റ് പൊടി അത്രയും നേർത്തതായിട്ട്, അത് സീവ് ചെയ്തും കൂടെ എടുക്കുന്നത് കൊണ്ടാണ് അത്രയും നേർത്ത പൗഡർ ഫോമിൽ നമുക്ക് സിമെൻറ്റ് കിട്ടുന്നത്. ഗ്രൈൻഡിങ് പ്രോസസ്സിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യും, പാക്ക് ചെയ്യും. ചാക്ക് അല്ലെങ്കിൽ ബാഗിലാണ് 50 kg ആണ് ഒരു ബാഗ് ഉണ്ടാവുക. അങ്ങനെ ആ ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്യും, എന്നിട്ട് ഡിസ്പാച്ച് ചെയ്യും. എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് വെച്ചാൽ ആ സ്ഥലത്തേക്ക് ഡിസ്പാച്ച് ചെയ്യും. ഇതാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ചാർട്ടാണ്, ഒരു ചാർട്ടൂടെ കാണിക്കുകയാണ്. ബേണിങ് മിക്സ്ചർ, കാൽക്കാരിയസും അൽജിലീഷ്യസും ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അലുമിനിയം ഉണ്ട്, സിലിക്ക ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ സൾഫർ ഉണ്ട്, ആൽക്കലി ഉണ്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ബേൺ ചെയ്യിപ്പിക്കും. അതാണ് അവിടെ ഒരു ബോക്സിൽ ഞാൻ ഫിഗർ പോലെ കാണിച്ചിട്ടുണ്ട്. ലൈം സ്റ്റോണും സിലിക്കയും നമ്മൾ ആ മെറ്റീരിയൽസ് ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യും, ക്രഷ് ചെയ്യും, പൊടിക്കും. ആ കിട്ടുന്ന പൊടി നമ്മൾ എന്ത് ചെയ്യും, റോട്ടറി കിണ്ണിലിട്ടിട്ട് ചൂടാക്കും. ക്ലിങ്കേഴ്സ് ഫോം ചെയ്യോടെ ആ ക്ലിങ്കേഴ്സ് ഫോം ചെയ്യണത് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ജിപ്സം കൂടി ഈ ക്ലിങ്കറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ബോൾ മില്ലിലും ട്യൂബ് മില്ലിലും ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യണത്. അങ്ങനെയാണ് നമുക്ക് സിമെൻറ്റ് കിട്ടുന്നത്. അതാണ് ആ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുള്ളത്. ഈ കാൽസിനേറ്റഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ക്ലിങ്കർ എന്ന് പറയാം. അതായത് കാൽസിനേഷൻ എന്തായിരുന്നു, എയറിൻ്റെ പ്രസൻസിൽ ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയാം. ക്ലിങ്കറിൻ്റെ കൂടെ ജിപ്സം ആഡ് ചെയ്തിട്ടാണ് സിമെൻറ്റ് കിട്ടുന്നത്.